ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ വീണ്ടും മാങ്ങയുടെ വിശേഷങ്ങളുമായി വന്നിട്ടുണ്ട്. നല്ല മുഴുത്ത് നല്ല മൂപ്പെത്തിയ മാങ്ങയാണ്. ഇപ്പോൾ നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വെയിലത്ത് ആക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത് നന്നായി മഞ്ഞ കളർ വന്നിട്ടുണ്ട്. ഈ മാങ്ങ പഴുക്കാണ്ട് ഏകദേശ സമയം ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ കഴുകി തോർത്തിയെടുത്തതാണ്, വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ലാതെ. ഇനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല മധുരം, ഏകദേശം മധുരം ആവാറായ മാങ്ങയാണിത്. ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ ഇത് പഴുക്കുന്ന സമയം ആവും. അപ്പോൾ ഇപ്രാവശ്യം നമ്മുടെ വീട്ടിൽ മാങ്ങ ഉണ്ടായില്ല. ഇത് എനിക്ക് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതന്ന മാങ്ങയാണ്. അപ്പോൾ ഞാനിത് ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ടെടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയുള്ള മാങ്ങയും ഒക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിനുള്ള കല്ലുപ്പ്, ഉപ്പിൻ്റെ ചേരുവ നോക്കിയിട്ട് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതൊന്ന് അടച്ച് 1 മണിക്കൂർ സമയം നമുക്ക് അടച്ച് വെക്കണം. ആ സമയമാകുമ്പോഴേക്കും നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നന്നായി ഇതിന് പിടിച്ചിട്ട് അല്പം വെള്ളമൊക്കെ ആയിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് 1 മണിക്കൂർ സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഉപ്പിലിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ സമയമായി. ആ മാങ്ങയുടെ വെള്ളമൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഉപ്പൊക്കെ ഇതിലേക്ക് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് പണികൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു മൂടി പാത്രം ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഇതിൽ നിന്നും ഈ മാങ്ങ മാത്രം ഇട്ട് കൊടുക്കാം. വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മാങ്ങ മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾ, അതുപോലെ നല്ല എരിവ് ഉള്ള മുളക് പൊടി, പിന്നെ ഒരു 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉലുവ പൊടിയാണ്. അതിനുശേഷം കായത്തിൻ്റെ പൊടി ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 2 സ്പൂൺ പോലെ ചേർക്കണം. ഞാൻ ഇതിനെ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഇട്ട് വെച്ചതുകൊണ്ട് തന്നെ ആ വെള്ളത്തിൻ്റെ അംശമുള്ളതുകൊണ്ട് നമ്മളെ ഇത് മസാലകളെല്ലാം ഇതിന് നന്നായി പിടിച്ച് കിട്ടും. ഇനി ഇതിലേക്ക് വേണ്ടത്, ഞാനൊരു 2 ആണി വെല്ലം എടുത്ത് ഉരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മധുരത്തിന് വേണ്ടിയാണ്. നമുക്കിത് ഉണക്കിയിട്ട് പിന്നീട് കഴിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് മധുരവും കൂടി ചേർത്താൽ ഉപ്പും എരിവും പുളിയും മധുരവും ഒക്കെ ചേർത്ത് മഴ പെയ്യുന്ന സമയത്ത് ഇത് കടിച്ച് തിന്നാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ വെല്ലം ഉരുക്കി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെയിലാണ്. ഇപ്പോൾ വെയിലെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയാൽ ഉണങ്ങിപ്പോകുന്ന അത്രയും ചൂടാണ്. അതുകൊണ്ട് തന്നെ മാങ്ങ പെട്ടെന്ന് നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. ഈ വെല്ലം കുറച്ചുകൂടി കട്ടിയിൽ വേണം ഉരുക്കി ഒഴിക്കാൻ. ഞാൻ ആക്കിയത് കുറച്ച് ലൂസായിപ്പോയി. ഇതിനേക്കാളും കുറച്ചും കൂടി കട്ടി വേണം. ഇനി നമുക്കിത് നല്ല വെയിലത്ത് കൊണ്ട് വെച്ചിട്ട് ഉണക്കിയെടുക്കാം. ഉണങ്ങുന്ന സമയത്തൊന്ന് നമുക്കിതൊന്ന് തിരിച്ച് ഇട്ട് കൊടുത്താൽ ഈ വെല്ലത്തിൻ്റെ ഈ അംശം ഒക്കെ ഇതിലേക്ക് തന്നെ പറ്റിപ്പിടിച്ച് കിട്ടും. അപ്പോൾ ഞാൻ
മുറ്റത്ത് വെയിലിന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 7 ദിവസം ഉണക്കിയെടുത്തു. ചില ദിവസങ്ങളിൽ വെയിൽ കുറഞ്ഞിരുന്നു, അതാണ്. നന്നായി ഉണങ്ങിയിട്ടുണ്ട്. ഞാനിത് എടുത്തിരുന്നതിൻ്റെ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ, അതുപോലെ ഉണക്കിയെടുക്കണം. ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ പണിയും കൂടിയുണ്ട്. ഇതാ കാണുന്നില്ലേ, നല്ല ഉണക്കമായിട്ട് നല്ല പൊട്ടി വരുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് ഇളം ചൂടോടുകൂടി കുറച്ചൊന്ന് ഇതിലെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മഴ സമയത്ത് ഇടയ്ക്കൊന്ന് എടുത്ത് കഴിക്കാം. വേണമെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലും കഴിക്കാം. അപ്പോൾ ഞാനിനി ഇത് ഒരു ചില്ല് ഭരണിയിലേക്ക് ഇട്ട് വെക്കാൻ പോവുകയാണ്. നല്ല വെയിലത്ത് ഉണക്കിയെടുത്ത ചില്ല് ഭരണിയാണ്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മാങ്ങ ഉള്ളവരും അതുപോലെ സമയം ഉള്ളവരും ഇത് തയ്യാറാക്കി വെച്ചാൽ നല്ലൊരു കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ആയി തീരും. താങ്ക് യു.